അമ്മേ, ആന്റി, ഒന്ന് ഓടി വാ. കുക്കുമോളെ, കുക്കു കണ്ണു തുറക്ക്. രജ, ഈ വെള്ളം അവളുടെ മുഖത്ത് തെളിക്ക്. മോളെ, എന്താ നിനക്ക് പറ്റിയത്? എനിക്കൊന്നുമില്ല അമ്മ. നിമ്മി, നീ ഇങ്ങനെ വിഷമിക്കാതെ. അവക്കൊന്നുമില്ല, ഭക്ഷണം കഴിക്കാഞ്ഞിട്ടാവും. ഡാ, കൊച്ചിന്റെ പൾസ് ഒന്ന് നോക്കിക്ക്. BP ലോ ആയതായിരിക്കും. ശരിയാ, പൾസ് ലോയ. എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുന്നത്. ഞാൻ പോയി എന്തെങ്കിലും കഴിക്കാൻ എടുത്തോണ്ട് വരാം. വാ, എനിക്ക് കഞ്ഞി കുടിക്കാം. ആന്റി, എനിക്ക് വേണ്ട. ആഹാ, വേണ്ടാന്നോ? സമയത്ത് ആഹാരം കഴിക്കാത്തതുകൊണ്ടാ BP ലോ ആയി തലകറങ്ങി വീണത്. ആന്റി, അത് പിന്നെ മോളൊന്നും പറയണ്ട, നല്ല ചൂട് കഞ്ഞിയാ. ദാ, ഇത് കുടിക്ക്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ കോരിത്തരാം. അയ്യ, കൊച്ചു കുഞ്ഞല്ലേ അവള്, വാരിക്കൊടുക്കാൻ. വാവയ്ക്കിനി ഒരു നിപ്പിള് കുപ്പി കൂടി വേണോ? ഒന്ന് പോടാ, എന്റെ കൊച്ചിനെ കളയാക്കാതെ. ആ, ഞാൻ പോവാ. നിങ്ങളായി നിങ്ങളുടെ പാടായി. മതി ആന്റി. മതിയെങ്കിൽ മതി. മോള് പോയി വാ കഴുകിയിട്ട് കിടന്നോ. കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്. ശരി ആന്റി. ഒന്നും കഴിക്കാതെ ഇരുന്നിട്ടാ കൊച്ചിന് ക്ഷീണം. സീമേ, ഇതേതാ ഈ കുട്ടി? അത് മാധുരി, നിരഞ്ജന്റെ കൂട്ടുകാരിയായിരുന്നു. ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. നല്ല മിടുക്കി കുട്ടി. ആ, പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങ് പോയില്ലേ. കുക്കു, കുറഞ്ഞ തലയിറക്കം. കുറവുണ്ട് ഏട്ടാ. റെസ്റ്റ് എടുത്തോ അവിടെ ഇരുന്നു. ഇനിയിപ്പോ ജോലിയൊന്നും ചെയ്യണ്ട. ഏട്ടൻ ചേച്ചിയുടെ അടുത്തേക്കൊന്ന് പോവോ? ചേച്ചിയുടെ ഒറ്റയ്ക്കാവും. എന്തേലും ഹെൽപ്പ് വേണേൽ. എന്റെ ചിരിയുടെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി. കേട്ടുടി കള്ളിപ്പാറു. ഇങ്ങനെ നിൽക്കാതെ ഭാവി ഭാര്യയെ പോയി ഹെൽപ്പ് ചെയ്യണോ ഭാവി അളിയ? ഓ ശരി, എന്റെ ഭാവി അനിയെത്തി. ഡാ ധരിച്ചോ, ഇന്ന് വന്നേ. എന്താ അച്ഛാ? ആടാ, വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. നീ പോയി വാങ്ങുവോ? ആ, ഞാൻ പോയി വാങ്ങും അച്ഛാ. പക്ഷെ എനിക്കിവിടുത്തെ വഴിയൊന്നും അത്ര പരിചയമില്ല. ആ, അത് ശരിയാണല്ലോ. എന്നാ പിന്നെ മോനെ വിടണ്ട ജീവ, നമുക്ക് പിന്നെ പോയി വാങ്ങാം. ഡാ, അതൊന്നും നടക്കില്ല. പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ ശരിയാവില്ല. പിന്നിപ്പോ എന്താ ചെയ്യാ? കുക്കുമോളെ, എന്താ അച്ഛാ? മോക്കിപ്പോ കുറവുണ്ടോ? ആ, കുറഞ്ഞച്ചാ. എന്താ? അവള് നിരഞ്ജനേട്ടന്റെ കൂടെ ഒന്ന് സിറ്റി വരെ പോവോ? കുറച്ച് സാധനങ്ങൾ വീട്ടിലോട്ട് മേടിക്കാനാ. ഓ, ഇങ്ങയുടെ കൂടെ തന്നെ പോകണോ ഞാൻ? എന്താ മോളെ, പോവോ? ആ ആ, ആ അങ്കിൾ, പോകാം. ആ, എങ്കിൽ നീ പോയി റെഡി ആയിട്ട് വാ, ഞാൻ ഇപ്പൊ വരാം. അയ്യടാ, ഓർഡർ ഇടാൻ ഇയാളാരാ? ദേവേന്ദ്രനോ? എന്തേലും പറഞ്ഞോ നീ? ഏയ് ഇല്ല. എന്റെ ചെവി പൊട്ടുന്നു. ഇങ്ങേർക്ക് എന്തിന്റെ സൂക്കേടാ? അതെ, തന്റെ ചെവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്താ? താൻ എന്തിനാ ഇങ്ങനെ നിർത്താതെ ഹോൺ അടിക്കുന്നേ? എനിക്കൊന്ന് ഒരുങ്ങണ്ടേ? എന്തൊരുങ്ങിയാലും നീ ആ പാടത്തെ കണ്ടയർ പോലും അല്ലേ. ഈയടാ, പറയുന്ന കേട്ടാ തോന്നുന്നു താൻ ഋത്തിക് റോഷൻ ആണെന്ന്. അത്രയ്ക്കൊന്നും ഇല്ലേലും നിന്നെക്കാളും ഭേദം. ആഹാ, ബെസ്റ്റ്. കണ്ടുകൊടുത്താലും മതി. ഒരു തോർത്തും കൂടി ഉണ്ടെങ്കിലേ സർബത്ത് കടയിൽ നിൽക്കുന്ന ബംഗാളിയാണെന്നേ പറയും. നിങ്ങൾ ഇതുവരെ പോയില്ലേ? ആ, പോവാ അച്ഛാ. അയ്യോ, ഒരു മിനിറ്റ്, ഞാൻ ഏട്ടനോട് പറഞ്ഞില്ല. പറഞ്ഞിട്ട് വരാം, നിക്ക്. ഹോ, ഇതാ ഏട്ടൻ്റെ അനിയൻ തന്നെയാണോ? എന്തൊരു സ്വീറ്റാ നിരൂപേട്ടൻ. അയ്യോ, എന്റെ ഫോണ്. അത് ചേച്ചിയുടെ കയ്യിലാണല്ലോ. ഡോ, താൻ എന്തിനാ ഏട്ടന്റെ മുറിയിൽ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത്? ഓ, ഒന്ന് മിണ്ടാതിരി പെണ്ണേ, അങ്ങോട്ട് നോക്കിക്കേ. ഏട്ടാ, ആടാ, ഞങ്ങളൊന്ന് പുറത്തു പോവാ. അപ്പം കുറച്ച് സാധനങ്ങൾ മേടിക്കണം. അത് പറയാനായിട്ട് വന്നതാ. ചേച്ചി, എന്റെ ഫോണ്. മോളെ, ഞാനങ്ങോട്ട്. ആ, ശരി, പോയിട്ട്. ഈശ്വര, അവരെന്തെങ്കിലും കണ്ടു കാണോ?
നിരുപേട്ട അമ്മ വിളിക്കുന്നു തോന്നുന്നു. ഞാനിപ്പോ വരാമേ. ഓ, ഇന്നലെ കെട്ടിപ്പിടിച്ച് ഇന്നും വെച്ചു. ഇങ്ങനെയാണെങ്കിൽ കെട്ടുന്നതിന് മുമ്പേ ഞാൻ കുറേ മേടിച്ചു കൂട്ടും. വാ കേറ്, സമയം പോകുന്നു. എന്താ വണ്ടി എടുക്കുന്നില്ലേ? സീറ്റ് ബെൽറ്റ് ഇടുവച്ചേ. ആ ഇടാം. ഉഫ്, ഇതെന്താ വരാത്തത്? ഒരു സീറ്റ് ബെൽറ്റ് ഇടാൻ പോലും അറിയില്ല. ഡേ, അടുത്ത് വരരുത് വരരുത് വരരുതെന്നല്ലേ പറഞ്ഞത്? കഴിഞ്ഞു. മാക്രി മാഡം പ്രതീക്ഷിച്ച സീനൊന്നും നടന്നില്ല കേട്ടോ. ഭാഗ്യം. പരട്ടക്കരടി ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? ഒരു കുത്തു വെച്ചു കൊടുക്കണം. കിടന്ന് പിറുപിറുക്കാതെ വല്ല ഉണ്ടേലേ വാ തുറന്ന് പറ മാക്രി കുഞ്ഞെ. മാക്രി കുഞ്ഞ് തന്റെ കെട്ടിയോള്. തൽക്കാലം ആ പോസ്റ്റ് കാലിയാ, ഇങ്ങോട്ട് ചാടണ്ട. അല്ലേ തന്നെ ആര് ചാടുന്നു? ഈ സ്വഭാവം വെച്ച് ആര് വരാനാ ആ പോസ്റ്റിലോട്ട്? കാട്ടുമാക്കാൻ. അത് നിന്റെ കെട്ടിയോ. നീ പോടാ മരപ്പട്ടി. ഇണ്ടാതിരുന്നില്ലേല് ഇവിടെ നെടുത്ത് എറിയും ഞാൻ നിന്നെ. അയ്യടാ, അന്നേരം എന്റെ കൈ മാങ്ങ പറിക്കാൻ പോവല്ലേ? ആ, ഈ കണക്കിനാണെങ്കിൽ ആണരത്തിന്റെ കയ്യിൽ നിന്ന് ഒരെണ്ണം മേടിച്ചിരിക്കുകയും കൊറേ പുളിമാങ്ങ തിന്നുകയും ചെയ്യും. ദോ, നീ പോടാ മഴപ്പാറ്റേ. ഇനി എന്നോട് മിണ്ടണ്ട. അതാ നിനക്ക് നല്ലത്. ഇതാണോ നിങ്ങളുടെ മാള്? എന്തേ, ഇഷ്ടായില്ലേ? ഡൽഹിയിലുള്ള മാള് വെച്ച് നോക്കുമ്പം ഇത് വെറും ശിശു. ഇത് ഡൽഹി, ഇത് കേരളം. കേരളത്തിൽ തന്നെ പാവങ്ങളുടെ കോട്ടയം. ആ, ഇതിലും ഭേദം ലുലു മാളാണ്. അതെ, നിങ്ങളിത് വിലക്ക് മേടിക്കാൻ വന്നതാണോ? ഓ, വലിയ കാര്യമായിപ്പോയി. കട്ടച്ചളി. ഓ പിന്നെ, നീ പോയി എന്താന്ന് വെച്ചാൽ എടുത്തോണ്ട് വാ. ഞാനിവിടെ നിക്കാം. ബില്ലടിക്കുമ്പോ എന്നെ വിളിച്ചാൽ മതി. അയ്യടാ മോനെ, ഇത് എനിക്ക് വേണ്ടിയല്ല, മോന്റെ വീട്ടിലത്തേക്കാ. വാ ഇങ്ങോട്ട്. ഓ, ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു. നിന്നെ എങ്ങനെ നിന്റെ വീട്ടുകാര് സഹിക്കുന്നു? ഓ, ഒന്ന് മിണ്ടാതിരിക്കുന്നതിൽ എന്തെങ്കിലും തരണോ? ആ വേണം. ആ കാണുന്ന പച്ച സാരി എടുത്ത പെണ്ണിനെ നീ എനിക്ക് വളച്ചതാ. വളയ്ക്കാൻ അത് കമ്പിയോ കുന്തോ ഒന്നും അല്ല, ഒരു പെണ്ണ. പിന്നെ ഞാൻ മാമാപ്പടി തുടങ്ങിയിട്ടില്ല. ഓ, കഴുത്തിന് ചുറ്റും നാക്കാ മാക്കറി കുഞ്ഞിന്. മാക്കറി കുഞ്ഞ് നിന്റെ അമ്മായിയമ്മ. നിന്നെ നിനക്ക് ഞാൻ ആരാന്ന് അറിയില്ല. താൻ ആരായാലും എനിക്കെന്താടോ? അതെ, ഇതൊരു പബ്ലിക് മാളാണ്. നിങ്ങളുടെ കുടുംബ വഴക്ക് തീർക്കേണ്ട സ്ഥലമല്ല. പ്ലീസ്, മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. സോറി. എല്ലാം നീ കാരണം. ഞാനോ? താൻ കാരണമല്ലേ? കൃതിക, എടി പോത്തെ, നീ എപ്പോ വന്നു ബാംഗ്ലൂരിൽ നിന്ന്? കുറച്ച് ദിവസമായി. അല്ല, ഇതാരാടി? ആരായിരിക്കും? ആ, ഭർത്താവല്ല. ആണെങ്കി നിന്റെ നെറ്റിയിൽ സിന്ദൂരം ഉണ്ടാവല്ലോ. പിന്നെ കാമുകനാവാൻ നോ ചാൻസ്. മതി മതി, കൂടുതൽ കാട് കയറണ്ട. എന്റെ ചേച്ചി വിവാഹം കഴിക്കാൻ പോകുന്ന ഏട്ടന്റെ അനിയനാ, ഡോക്ടർ നിരഞ്ജൻ. ഇതെന്റെ സ്കൂൾമേറ്റാ, പ്രിയ. ബാംഗ്ലൂരിൽ നഴ്സാ. ഓ, നൈസ് ടു മീറ്റ് യു ഡോക്ടർ. ഓക്കേടി, ഞാൻ തന്നെ വിളിക്കാം. കുറച്ച് തിരക്കുണ്ട്. എന്നാ മോള് വിട്ടോ. സി യു ഡോക്ടർ. ഡി, നിനക്ക് വെറുതെ അല്ല കാട്ടുവാസികളുടെ സ്വഭാവം. നിന്റെ ഫ്രണ്ട്സ് നിന്നെ പോലെ. ഒന്ന് പോടോ. അല്ല, നിനക്ക് ലൈനൊന്നുമില്ലേ? ഇല്ല. എന്തേ, പോസ്റ്റ് ഇടാൻ പ്ലാൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ നടക്കില്ല. അതെന്താ? എന്റെ സങ്കല്പത്തിലെ ഭർത്താവിന് താടിയുണ്ട്. ഓ, എങ്കിൽ പിന്നെ നിനക്ക് വല്ല യേശുദാസനെ കല്യാണം കഴിച്ചൂടെ? അയാള് കല്യാണം കഴിച്ച് അയാളുടെ മോനും കെട്ടി ഇപ്പതേ കൊച്ചുമക്കളുമായി. അല്ലെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു. നീ ഇത് എന്തിന്റെ കുഞ്ഞാണോ എന്തോ? ഇവിടെ നിന്ന് വാചകം അടിക്കാതെ എന്റെ കൂടെ വാ, സാധനങ്ങൾ മേടിക്കാം. സമയം ഒരുപാടായി. എന്താണ് ഇതൊക്കെ? ഇത്രയും വേഗം താൻ എന്റെ മനസ്സിലോട്ട് കയറിയോ? ചെറിയൊരു സ്പാർക്ക് എനിക്ക് അടിച്ചോ എന്നൊരു സംശയമില്ലാതില്ല. കോളേജിൽ എത്ര പെമ്പിള്ളേരെ പുറകെ നടന്നിരിക്കുന്നു. ബാംഗ്ലൂരിലും ഡൽഹിയിലും കാനഡയിലും ഒക്കെ എത്രയോ പേര് ഇങ്ങോട്ട് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇക്കാലം വരെ ഒരുത്തി ഈ നെഞ്ചിനകത്ത് കയറി പറ്റിയിട്ടില്ല. മരുഭൂമി പോലെ വരണ്ടു കിടന്ന എന്റെ മനസ്സിൽ ചെറിയൊരു മഴ പെയ്തു തുടങ്ങിയോ എന്ന് സംശയം. പൊന്നില പോലൊരു പൂത്താലി ഞാനന്നു കഴുത്തിൽ ചാർത്തിയില്ലേ, പൊന്നേ നീയതു കാണാതെ ഇന്നെന്നിൽ നിന്നു മകന്നില്ലേ. അണയുമോ പ്രിയ സഖി എൻ മനസ്സിന്റെ മണിമഞ്ചലിൽ, അഴകേ നീ എന്നെ പിരിയ
കരളെ നീ കരയരുതേ. എവിടെ മഴവിൽ കൂട്ടിൽ തനിയെ ഞാൻ തേങ്ങുന്നു. ഇനിയും നിൻ പരിഭവമരുതേ. വരുമോ എൻ തേൻ കുയിലേ. നിരൂപേട്ട, ഏട്ടാ ചായ. ആ താങ്ക് യു. താൻ കുടിച്ചോ? ഇല്ല, കുടിക്കണം. ഓക്കെ. പാട്ട് നന്നായിരുന്നു. ആഹാ, താൻ കേട്ടായിരുന്നോ? പിന്നെ പാട്ട് തുടക്കം മുതലേ കേട്ടു. മുഴുവൻ കേൾക്കണമല്ലോ എന്നോർത്തിട്ടാ മിണ്ടാതെ നിന്നത്. ഓഹോ, അത് കൊള്ളാലോ. ഞാനങ്ങനെ പാടാറൊന്നുമില്ലടോ. അവനാ പാട്ടിന്റെ ആള്, നിരഞ്ജൻ. ഞാൻ പിന്നെ വല്ലപ്പോഴും ഇങ്ങനെ. ആ, എന്തായാലും ഏട്ടൻ കെട്ടാൻ പോകുന്ന പെണ്ണ് ലക്കിയാ. പാട്ടൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കേൾക്കാലോ. എങ്കിൽ പിന്നെ അത് നിനക്കായിക്കൂടെ എന്റെ സ്മൃതി കൊച്ചെ. എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഇല്ലല്ല, ഒന്നും പറഞ്ഞില്ല. പിന്നെ നിരഞ്ജനും കുക്കും വന്നില്ലല്ലോ. ആ, ഞാനത് ഓർക്കുമായിരുന്നു. രണ്ടും കൂടി അടിച്ച് പിരിഞ്ഞോ ആവോ. അത് ശരിയാ, തീയും വെടിമരുന്നും കൂടെയാ പോയിരിക്കുന്നത്. പൊട്ടിത്തെറിക്കാതെ വന്നാ ഭാഗ്യം. എന്റെ സ്മൃതി, ഒന്നുമില്ല സ്മൃതി. ഈശ്വര, ഇവളെ ചീത്തയാക്കും. നോക്ക്, അത് പോയി. പോയോ? അതെ, തനിക്ക് എന്തിനെയൊക്കെ പേടിയാടോ? എനിക്ക് ഇടി, മിന്നല്, പിന്നെ പല്ലി, പാറ്റ, അതിനെയൊക്കെ പേടിയാ. അയ്യോ, വല്ലവരും ഇതൊക്കെ കേട്ടാലേ ചിരിക്കും. അത് ശരിയാ, ഈ പല്ലി പാറ്റ ഒക്കെ കണ്ട് പേടിയാന്ന് പറയുമ്പോഴേ എന്തായാലും ആൾക്കാർ ചിരിക്കും. അല്ല, അതൊക്കെ പോട്ടെ, എന്നെ പേടിയുണ്ടോ? അതില്ല. അയ്യോ ഭാഗ്യം. സ്മൃതി, എന്താ അച്ഛാ? ദേ വരുന്നു. അപ്പൊ ഞാൻ അങ്ങോട്ട് ഏട്ട ചായ കുടിക്കാം. ഓ, ടൈമിങ് ഇല്ലാത്ത അമ്മായിയപ്പൻ ഇപ്പോഴും അവളെ ഒന്ന് അടുത്ത് കിട്ടിയത്. അപ്പോഴേക്കും പോട്ടെ, സമയമുണ്ടല്ലോ. എന്തായാലും കൊള്ളാം. പല്ലിയും പാറ്റേനും ഇടിയിലൊക്കെ പേടിയുള്ളൊരു പെണ്ണ്. ആ, നിങ്ങൾ എത്തിയോ? എത്ര നേരമായി നിങ്ങൾ പോയിട്ട്? വരുന്ന വഴി മുഴുവൻ ബ്ലോക്ക് ആയിരുന്നു ഏട്ടാ. പിന്നെ എല്ലാം കഴിഞ്ഞ് ഇങ്ങ് എത്തിയപ്പം കുറച്ച് ലേറ്റ്. കുക്കു മോളെ, സാധനങ്ങളൊക്കെ അവിടെ വെച്ചേക്ക്, ഞാൻ എടുത്തോളാം. ആ, ഓക്കെ ഏട്ടാ. അമ്മ, എന്താ കുക്കു? നമുക്ക് ചേച്ചിയുടെ കല്യാണം പെട്ടെന്ന് നടത്തണം. അതെന്താ കുക്കു പെട്ടെന്ന്? കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ. ജാതകം നമ്മളൊന്ന് നോക്കണം. പിന്നെ ബാക്കിയുള്ളതൊക്കെ എല്ലാവരുമായിട്ട് തീരുമാനിക്കട്ടെ. കുക്കു, ആ ചേച്ചി വാ. നോക്കി ചേച്ചി പറഞ്ഞു വിടാൻ ധൃതിയായോ? എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരിക്കലുമില്ല. എൻ്റെ ചേച്ചി എന്നെ വിട്ടുപോകുന്നത് എനിക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ല. പക്ഷെ എൻ്റെ ചേച്ചി എന്നും സന്തോഷത്തോടെ സമാധാനത്തോടെയും ജീവിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ. അല്ലാണ്ട് എൻ്റെ ചേച്ചി എനിക്ക് പറഞ്ഞയക്കാൻ ഒരു തിരക്കുമില്ല. ഞാൻ എങ്ങനെ കേൾക്കും ഇത്ര വേഗം? രാവിലെ ചിലപ്പോൾ ഭൂലോക ചെറ്റായിരിക്കും. പക്ഷെ അവനെ മറക്കാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. ചേച്ചി ചേച്ചി ഇങ്ങോട്ട് നോക്ക്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് പെണ്ണിന്റെ ശരീരം ചോദിക്കുന്നതല്ല പ്രണയം. അവളുടെ പ്രൈവറ്റ് ക്ലിപ്പിങ്സ് അവൾ അറിയാതെ എടുത്തു വെച്ച് ഭീഷണിപ്പെടുത്തുന്നത് അല്ല പ്രണയം. അതിൻ്റെയൊക്കെ പേര് വേറെയാണ്. നട്ടലില്ലാത്ത ചില നാറുകൾ കളിക്കുന്ന തേർഡ് റേറ്റ് പരിപാടിയാ ഇപ്പൊ അവൻ കാണിച്ചേക്കുന്നത്. വെറുതെ വിടില്ല ഞാൻ. അപ്പം അമ്മേ, ചേച്ചി എല്ലാം മറക്കാനുള്ള ശക്തി ദൈവം എന്റെ ചേച്ചിക്ക് തരും. ചേച്ചി ഒന്നും പറയണ്ട, എനിക്കറിയാം എന്താ. ചേച്ചി, ഇത് ചേച്ചിയുടെ ലാസ്റ്റ് ചാൻസാ. ചേച്ചി ഒരു പെണ്ണാണെന്നും അവൻ ഓലപ്പാമ്പ് കാണിച്ച് വീഴുമെന്നൊക്കെയാ അവന്റെ വിചാരം. പക്ഷെ എന്തിനേയും ചങ്കുറ്റത്തോടെ നേരിടാൻ കഴിയുന്ന തീയിൽ കുരുത്ത പെണ്ണും ഈ ലോകത്തുണ്ടെന്ന് അവനെ അറിയിക്കണം. ചേച്ചിയുടെ ഒരു നോവ് കൊണ്ട് ലോകമൊന്നും മാറാൻ പോകുന്നില്ല. പക്ഷെ ചേച്ചി മാറും. ഇപ്പോൾ ഈ ഉള്ളൊരു സ്ഥിതിക്ക് മാറ്റം വരും. അവന്റെ മുന്നിൽ തോറ്റു കൊടുക്കരുത് ചേച്ചി. എനിക്ക് വേണ്ടെങ്കിലും നീ അവന്റെ മുന്നിൽ അല്പം ധൈര്യം കാണിക്കരുത് ചേച്ചി. എന്ന് വന്നാലും ആര് നിന്റെ കൂടെ നിന്നില്ലേലും ഞാനുണ്ടാവും നിന്റെ കൂടെ.
നീ ഫോൺ എടുക്ക. ഹലോ ഹലോ മോളെ സ്മൃതി, സോറി മോളെ, നിന്നെ വിളിക്കാൻ പറ്റിയില്ല. പിന്നെ ഇന്ന് നിന്റെ അനിയത്തി ഒരുത്തിന്റെ കൂടെ കണ്ടായിരുന്നു ടൗണിൽ വെച്ച്. ആരാണത്? അവരുടെ ആളാണോ? പറയാതിരിക്കാൻ പറ്റില്ല. ചെക്കൻ എന്നെ പോലെ അല്ല, സൂപ്പർ ജെന്റിൽമാൻ ആണ്. നീ ഇപ്പൊ എന്തിനാ വിളിച്ചത്? അത് പറ. എന്റെ മോളെ സ്മൃതി, ഒരു ഗൗരവം, കൂടുതൽ ഗൗരവമൊന്നും വേണ്ട. ചേട്ടൻ പറഞ്ഞ കാര്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. വെള്ളിയാഴ്ച കൃത്യം 10 മണിക്ക് ഹോട്ടൽ പാരഡൈസ്, റൂം നമ്പർ 103. നമുക്കൊരു കരാറിൽ ഒപ്പിടാനുണ്ട്, അറിയാലോ. നീ ഇങ്ങോട്ട് എനിക്ക് വേണ്ടത് തരുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടത് ചിലത് അങ്ങോട്ട് തരുന്നു. ഓഹോ, ഭീഷണിയാണോ? എന്താ? അല്ല, നീ ഭീഷണിപ്പെടുത്തിയായിരുന്നെങ്കിൽ നേരത്തെ പറയണ്ടേ. ഞാനത് പേടിച്ചല്ലോ. നീ എന്താടി ആളെ കളിയാക്കുവാണോ? രാഹുലേട്ടനെ സ്മൃതി പോലെ കളിയാക്കോ? എന്താ രാഹുലേട്ടാ ഇങ്ങനെ? കിടന്ന അലറാതടാ ചെറ്റെ. നീ എന്താ കരുതിയത്? നീ എഡിറ്റ് ചെയ്ത കുറെ ഫോട്ടോസും ക്ലിപ്പിംഗ്സും എന്നെ കാണിച്ച ഞാൻ ഉടനെ എല്ലാം പേടിച്ചുകൊണ്ട് നിന്റെ കാൽക്കൽ വെക്കുന്നു. അതൊക്കെ പണ്ടത്തെ പെൺപിള്ളേരെ പോയുടെ മോനെ. ഇപ്പൊ ഉണ്ടല്ലോ 22ാം നൂറ്റാണ്ടാ. ഇപ്പോഴത്തെ പെൺപിള്ളേര് ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ ഈ തറവേലൊന്നും ഇവിടെ പോവില്ല. ഒന്നു മോളെ, നിനക്ക് ഓർമ്മയുണ്ടല്ലോ നിന്റെ ബാത്റൂം ക്ലിപ്പിംഗ്? പിന്നെ ഓർമ്മയില്ലാതെ? നീ പോയി അതങ്ങ് പരസ്യപ്പെടുത്തും. നിനക്ക് അത്രയ്ക്ക് മുട്ടി നിൽക്കുവാണെങ്കിൽ നീ അതൊന്ന് പരസ്യപ്പെടുത്തുന്നത് എനിക്കൊന്ന് കാണണം. നീ അത് പരസ്യപ്പെടുത്തിയാലും അത് കാണുന്ന ഒരുത്തനും പറയില്ല ഞാൻ അവളുടെ ക്ലിപ്പിംഗ് കണ്ടു എന്ന്. കാരണം അത് കണ്ടൊന്ന് പരസ്യമായി പറഞ്ഞാൽ അഴിഞ്ഞു വീഴാൻ പോകുന്ന നിന്റെയൊക്കെ മുഖം കൂടിയാണ്. വെറുതെ മലർന്നു കിടന്ന് പല്ലിന്റെ ഇടയിൽ കുത്തണോ മോനെ രാഹുലേ? മോളെ സ്മൃതി, നീ അനുഭവിക്കരുത്. ആയിക്കോട്ടെ, അനുഭവിക്കാനുള്ളത് ഞാനും എന്റെ ഭർത്താവും കൂടി അനുഭവിച്ചോളാം. വാട്ട്? ഭർത്താവോ? ആ, പറയാൻ മറന്നു. എന്റെ വിവാഹം ഉറപ്പിച്ചു. പിന്നെ നിന്നെ പോലെയല്ല, ആള് ജെന്റിൽമാൻ ആണ്. ഹാൻഡ്സം, വെൽ എഡ്യൂക്കേറ്റഡ്, നല്ല ഒന്നാം തരം ഡോക്ടർ പയ്യൻ. എനിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഞാൻ വിളിക്കാവേ. കേട്ടോ കല്യാണം? വന്ന് കഴിച്ചിട്ട് പോടാ. അപ്പൊ നീ വരില്ലല്ലേ? വരില്ല എന്ന് വെച്ചാൽ വരില്ല. അതിന്റെ അർത്ഥത്തിന് ഒരു മാറ്റവും ഇല്ല. എന്റെ ചേച്ചി ഇപ്പോഴാണ് ഉഷാറായത്. ഐ ലവ് യു സോ മച്ച്. ഇനി നിരൂപേട്ടൻ്റെ കൂടെ ചേച്ചിയുടെ ലൈഫിലേക്ക് വന്നാൽ പിന്നെ എൻ്റെ ചേച്ചിയുടെ സങ്കടം എല്ലാം മാറും. മോളെ കുക്കു, ഞാൻ അവൻ്റെ വാടപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. നിരൂപേട്ടനെ ഞാനിതുവരെ അങ്ങനെ കണ്ടിട്ട് പോലുമില്ല. അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ചതിക്കാൻ എനിക്ക് കഴിയില്ല. ഒരുപാടൊന്നും അറിഞ്ഞില്ലെങ്കിലും ആ കരുതലിലും സ്നേഹത്തിലും എന്നെ കാണുമ്പോഴുള്ള ആ കണ്ണിൻ്റെ തെളിയുന്ന ഭാവവ്യത്യാസമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ചേച്ചിയുടെ മുന്നിൽ ഒരുപാട് സമയമുണ്ട്. എല്ലാം ഏറ്റു പറഞ്ഞ് ആ കൈ പിടിക്കാൻ ചേച്ചിക്ക് പറ്റും. ഇപ്പം മുറിവേറ്റ് കിടന്ന എൻ്റെ ചേച്ചിയുടെ ഹൃദയത്തിൽ ഒരുപാട് സ്നേഹം തന്ന് ആ മുറിവ് ഭേദാക്കാൻ നിരൂപേട്ടന് കഴിയും. ചേച്ചി എല്ലാം മറക്കും. ഇനി വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. ഇനി കളത്തിലിറങ്ങേണ്ടത് ഞാനാണ്. ഞങ്ങൾ രണ്ടാളും കൂടി അടുത്ത ദിവസം തന്നെ ജോത്സ്യനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്, കുട്ടികളുടെ ജാതകം നോക്കാൻ വേണ്ടി. ആഹാ, എല്ലാം പെട്ടെന്നാണല്ലോ. കൺഗ്രാജുലേഷൻസ് ഏട്ടാ, ഏട്ടത്തി. പിന്നല്ലാതെ നിങ്ങൾ 2 ചെക്കന്മാരെ ഞാൻ സഹിക്കാൻ തുടങ്ങിയിട്ട് 4 കുറേ ആയി. എൻ്റെ സ്മൃതിമോള് കൂടി വേഗം വീട്ടിലോട്ട് വന്നാൽ എനിക്കൊരു കൂട്ടായല്ലോ. എന്നാലും എൻ്റെ ഏട്ടാ, ആ കോളേജിലും ഡൽഹിയിലും കാനഡയിലൊക്കെ എത്ര പെൺപിള്ളേർ എൻ്റെ ഏട്ടൻ്റെ പിന്നാലെ നടന്നതാ. കോളേജ് ഹീറോ ആയിരുന്നില്ലേ? സോറി, കോളേജ് റോമിയോ. എന്നിട്ട് ഇപ്പൊ അറേഞ്ച് മാരേജോ? ഏട്ടത്തി, യോ സോ ലക്കി. ഇതുവരെ ഒരു പെണ്ണ് രുചിച്ചു നോക്കാത്ത ഫ്രഷ് പീസായത്. അയ്യടാ, രുചിച്ച് നോക്കാൻ എന്താ എൻ്റെ ഏട്ടൻ വല്ല അച്ചാറുമാണോ? എന്റെ ഏട്ടനോ? ഏത് വകയില്? ഇത് എന്റെ ഏട്ടനാ. ആഹാ, ഇത് എൻ്റെ കൂടെ ഏട്ടനാ. അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാ മതി. പള്ളിയിലല്ല, പള്ളിക്കൂടത്തില്. നീ പോടാ മഴപ്പാറ്റേ. ഡീ മാക്രി കുഞ്ഞ്, നിന്നെ ഞാൻ എന്റെ പൊന്നെ ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങൾ രണ്ടുപേരും, 2 പേരുടെ ഏട്ടനാ ഞാൻ. ഇതുങ്ങൾ രണ്ടും വല്ല മുന്നാളും ആണോ ആവോ? എപ്പോ നോക്കിയാലും അടി. അങ്ങളെ ഞാനല്ലല്ലോ, അവളല്ലേ തുടങ്ങി വെച്ചത്. മതി നിർത്ത്. ഏട്ടാ, ശരിക്കും ഏട്ടന്റെ ലൈൻ ഒന്നുമില്ലായിരുന്നോ? ആ ഉണ്ടായിരുന്നു. ലൈൻ വരയ്ക്കാൻ എന്റെ ഏട്ടൻ സ്കെയിലും കൊണ്ടാണല്ലോ നടന്നിരുന്നത്. ഞാൻ എന്റെ ഏട്ടനോടാ ചോദിച്ചത്, ഇയാളോടല്ല. ഓ, വലിയ കാര്യമായിപ്പോയി. ഉണ്ടായിരുന്ന ഏട്ടാ? ഇല്ല മോളെ, അങ്ങനെയൊന്നും ആരോടും ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷേ പക്ഷേ ഹേയ്, ഒന്നുമില്ല.
ഇങ്ങനെ എന്തായിരുന്നു സാധനം എന്നറിയാവോ? ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിന്റെ അഭിമാന നായകനായിരുന്നു. പാട്ട്, ഡാൻസ്, പെയിന്റിങ്, ക്രിക്കറ്റ്, ഫുട്ബോൾ ചാമ്പ്യൻ, കോളേജ് ചെയർമാൻ, പെൺപിള്ളേരുടെയൊക്കെ ചോക്ലേറ്റ് ഹീറോ എന്തായിരുന്നു. പക്ഷേ ഒരുത്തി പോലും ഏഴയിലത്ത് നിന്നിട്ടില്ല. കുറച്ച് കലിപ്പനായിരുന്നു. ഇപ്പൊ ഇങ്ങനെ പാവം ഡോക്ടറായിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ. ഞാനായിരുന്നു ഒരേ കോളേജിലായിരുന്നു മെഡിസിന് ചേർന്നത്. അവിടെ ചെന്ന് നിരൂപിന്റെ ബ്രദറാണെന്ന് പറഞ്ഞതേ ഉള്ളൂ. എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നേ. അമ്മേ, എനിക്ക് മതി, ഞാൻ പോവാ. ഓഹോ, അപ്പൊ എന്റെ ഏട്ടൻ അത്രയ്ക്ക് വലിയ സംഭവമായിരുന്നു. ഇവൻ ചുമ്മാ പറയുന്നത് അടിമോളെ. ചുമ്മാതൊന്നും അല്ല ബുക്കു, പറഞ്ഞതൊക്കെ ശരിയാ. ഇവൻ ദേവനായിരുന്നില്ലേ, ഇവൻ തനി വിടക്കൻ തല്ലുപുള്ളി. ഏട്ടന്റെ പേര് കളയാനായിട്ട് കോളേജിൽ പോയ സാധനം. എപ്പോഴും ഇവന്റെ പേരിലെ കംപ്ലൈൻസ് പറയാനായിരുന്നു അവിടുത്തെ പ്രിൻസിപ്പൽ എന്നെ വിളിച്ചിരുന്നത്. ഓ, അതൊക്കെ അന്നത്തെ ചോര തിളപ്പിലുണ്ടാവുന്നത്. അത് ശരിയാ. ഇവള് നിരഞ്ജന്റെ അതേ ടൈപ്പ് കണ്ടില്ലേ? രണ്ടിന്റെ സ്വഭാവം ഒരുപോലെ. സ്മൃതിയാണേലും നേരെ തിരിച്ചു. ഒന്ന് ദേവിയാണെങ്കിൽ മറ്റേത് ഭദ്രകാളിയാ. അമ്മേ, ഇരുന്ന് ചെണുങ്ങാതെ കഴിച്ചിട്ട് എണീറ്റ് പോകണ്ടേ? ആ, ഒരു പപ്പടം കൂടി. ഇതിപ്പോ എത്രാമത്തെ ട്രിപ്പാടി മാക്കരിക്കുന്നേ? താൻ പോടോ. എന്റെ വയറ് എന്റെ വാ, ഞാൻ കഴിക്കും. മിണ്ടാതിരിക്കണം, എന്റെ മോള് കഴിക്കട്ടെ. ഈ ചേച്ചി ഇത് എങ്ങോട്ടാ എണീറ്റ് പോയത്? ഡീ മാക്കരിക്കുഞ്ഞെ, നീ ഇതെങ്ങോട്ടാ? ആ, തനിക്കൊരു ചെക്കനെ അന്വേഷിച്ചു പോവുമായിരുന്നു. എന്തോന്നു? ആന്നേ, മഴപ്പാറ്റയുടെ ഈ വിരല് പിടിച്ച ഭാഗത്തിന് ഒറ്റ പെണ്ണിനെ പോലും കിട്ടുമെന്ന് തോന്നില്ല. അതുകൊണ്ട് ചെക്കന്മാരെ കിട്ടുമെന്ന് നോക്കുമായിരുന്നു. ഡീ നിന്നെ ഇന്ന് ഞാൻ നീ പോടാ മരപ്പട്ടി. ഡീ നീ എന്നെ മരപ്പെട്ടി, മഴപ്പാറ്റ, കരടി, കഴുത എന്നൊക്കെയല്ലേ വിളിക്കുന്നത്? എന്നിട്ട് എന്റെ എണ്ണ നിരൂപേട്ടാണ്. അതെന്താ അങ്ങനെ? എന്റെ ഏട്ടൻ തന്നെ പോലെ ഒരു കാട്ടുമാക്കാനല്ല, അതുകൊണ്ട്. ആരാടി നിന്റെ കാട്ടുമാക്കാൻ? ദേ, അവിടെ നിന്ന് വല്ലതും പറയാനുണ്ടെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞാൽ മതി. ഇങ്ങോട്ട് വരണ്ട. ഡോ, ഇങ്ങോട്ട് വരണ്ടെന്നല്ലേ പറഞ്ഞത്. ഡോ, അവിടെ നിൽക്കണം. പറയടി, നീ എന്താ എന്നെ ഏട്ടാന്ന് വിളിക്കാത്തത്? എനിക്ക് വിളിക്കാൻ തോന്നണ്ടേ? അതെന്താ നിനക്ക് തോന്നാത്തെ? എന്റെ ഏട്ടൻ 100% പ്യുവർ ആണ്. സച്ച് എ ജെന്റിൽമാൻ. തന്നെ പോലെ അല്ല, ഒരു പെണ്ണിനെ പോലും പ്രേമിക്കാത്ത പക്കാ ജെന്റിൽമാൻ. തന്നെ കണ്ടാലറിയാം ഒന്നാം തരം കോഴിയും ടേപ്പിസ്റ്റും ആണെന്ന്. ഞാൻ ടേപ്പിസ്റ്റ്. ഹേയ്, വിടല്ലേ, വിടല്ലേ, വിട്ടാതെ വെള്ളത്തിൽ വീഴും. പ്ലീസ് വിടല്ലേ. പോയി വീണിട്ട് വാടി അധിക പ്രസംഗം. നീ എന്റെ പെങ്ങളെ തള്ളിയിടുമല്ലടാ. കുറച്ച് വെള്ളം നീയും കുടിക്കും. ഡീ നിനക്ക് സന്തോഷമായല്ലോ. ആയുടെ ടേപ്പിസ്റ്റേ. ഇനി നീ എന്നെ അങ്ങനെ വിളിച്ച നിന്റെ നാവ് ഞാൻ അരിഞ്ഞെടുക്കും. അങ്ങനെ തേക്കാനായിരുന്നെങ്കിലേ നിരഞ്ജൻ 1000 പെൺപിള്ളേരെ കിട്ടിയേനെ. ആത്മാർത്ഥ പ്രണയം അറിഞ്ഞ ഒരുത്തനും ഒരിക്കലും ഒരു പെണ്ണിനെ ചതിക്കാൻ പറ്റില്ല. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇയാളുടെ പാസ്റ്റില് ഒരു ലവ് സ്റ്റോറി മണക്കുന്നുണ്ടല്ലോ. മാധുരി, എന്തിനാ നീ എന്നെ തനിച്ചാക്കിയത്?